Good afternoon, children. Welcome back to our class. All of you listen here. നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് ഇന്ന് ഇവിടെ ക്ലാസ്സിൽ. ഇതാരാന്നറിയോ? നിങ്ങൾക്ക്? അറിയാം. ഒരു ഹായ് കൊടുത്ത മോനെ. ഒരു ഹായ് കൊടുത്തേ അവർക്ക്. അവനിവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്താ മോന്റെ പേരെന്തായിരുന്നു? ആകർഷ് അല്ലേ? ആകർഷ് ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറിന്റെ കൂടെ ഉണ്ട്. വേറെ കൊണ്ടുവന്നില്ല. വെരി ഗുഡ്. എല്ലാവരും ബുക്ക് എടുത്തോ? ആദ്യം അക്ഷരദീപം എടുത്തു വെച്ചിട്ടുണ്ടോ? മിസ്സിന് നേരത്തെ ബുക്ക് മാറിപ്പോയല്ലേ? മിസ്സിന് പറ്റിയ ഒരു അബദ്ധം നോക്കണേ. അക്ഷരദീപം എടുത്തോ എല്ലാവരും? നമ്മൾ എവിടം വരെ എഴുതിയത്? ആകർഷ് ഭക്ഷണം കഴിച്ചോ? എവിടെ വരെ നമ്മൾ അക്ഷരദീപം എഴുതിയത്? ഫസ്റ്റത്തെ പേജില് അബ്, അഭയ്, അമൻ, അബൽ, അജൽ അല്ലേ? സെക്കൻഡ് നാലാമത്തെ പേജാണ് അല്ലെ? തേർഡ് മുതൽ ആ പേജ് വരുന്നത്. നാലാമത്തെ പേജില് അർസ, അലർ, അഹം, അഗർ, അഖില. ഫിഫ്ത് പേജില് അസർ, അക്ഷർ, അനാർ, അദൈ, അവസർ. ഇവിടെ വരെയാണോ നമ്മൾ എഴുതിയത്? അൻഷനൊക്കെ എഴുതിയല്ലേ? അതെ. അൻഷൻ, അസൽ, അക്സർ, അതിര്, ആം. നിങ്ങളെ പേജ് നമ്പർ ഒന്ന് പറയൂ. എവിടെ വരെ എഴുതിയെന്ന് പറയാൻ പറ്റുമോ? അലനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കട്ടെ. അലൻ ഒന്ന് പറഞ്ഞു മോനെ. അലൻ ജോസഫ് പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത്. 7 വരെയാണോ എല്ലാവരും എഴുതിയത്? പേജ് നമ്പർ 7 വരെയാണ് എല്ലാവരും എഴുതിയത്. ഓക്കെ, ഗുഡ്. പേജ് നമ്പർ 7 വരെ എഴുതാത്തവര് അത് കംപ്ലീറ്റ് ചെയ്യണം. 7th പേജിൽ എന്തൊക്കെയായിരുന്നു? ആശ, ആജ്, ആപ്, ആവാസ്, ആലൈ. നേരത്തെ ഇതിന് ഇംഗ്ലീഷ് വേർഡ് കൂടി വായിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ആശ എന്ന് പറഞ്ഞ എന്താ? വിഷ്. ആജ് ടുഡേ. ആപ്പ് യു, വൺ സെൽഫ്. ആവാസ് സൗണ്ട്. ആലൈ ഫോം. ഈസി ആയ വേർഡ് അല്ലേ? എല്ലാത്തിനും മലയാളം അറിയുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മള് ഇന്നത്തെ ഡേറ്റിന് എഴുതിക്കോ. അവിടെ ഡേറ്റ് ഇട്ടോ. ഇന്നത്തെ 26/8/2020. ഇന്നത്തെ ഹോംവർക്ക് ആരാം. ഫസ്റ്റ് വൺ ആരാം. ആരാം എന്ന് പറഞ്ഞാല് റെസ്റ്റ്. ആദത്ത്. ആദത്ത് ക്യാരക്ടർ. ഈസ്. ഈസ് എന്ന് പറഞ്ഞാല് ഇത്. സോറി, ദിസ്. ഇംഗ്ലീഷ് വേർഡ് ദിസ്. ഇൻ. എന്ന് പറഞ്ഞ എന്താ? ദീസ്. ഇഥർ, ഹിയർ, ഇവിടെ. ഇങ്ങനെയാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്. ഇത് നിങ്ങൾ എഴുതണം. അക്ഷരദീപം ഇത് ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. ഏതൊക്കെയാ വാക്ക്? ആരാം, ആദർ, അത് രണ്ടും ആ ചേർത്തിട്ടുള്ള രണ്ട് വാക്കുകള്. നെക്സ്റ്റ് ഈ ചേർത്തിട്ടുള്ളത് ഈസ്, ഇൻ, ഇഥർ. ഇനി നമ്മൾക്ക് ഒത്തിരി അവധി വരുന്നുണ്ട് അല്ലെ? ഓണം വെക്കേഷൻ ആയിട്ട് തന്നെ കുറെ അവധി കിട്ടുന്നുണ്ട് നമ്മൾക്ക്. അപ്പൊ ആ സമയത്തൊക്കെ ഇരുന്ന് എഴുതണം കേട്ടോ. എഴുതാത്തവരൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യണം. ക്ലോസ് യുവർ അക്ഷരദീപ്. അത് എഴുതുക. ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. ഇവിടെ വരെ നമ്മൾ എത്തിയത് താത്ത, ദാത്ത, അല്ലേ? യെസ്. ഒന്നുകൂടെ വായിച്ചു തരാം. താസെ തർബൂജ്, थासे थर्मस, दासे दवा, थासे धनुष, नासे नल.
നമ്മൾ ഇത് ഡിറ്റേഷൻ ഇടുന്ന് പറഞ്ഞില്ലേ ഈ പീരീഡ്? ഞാൻ മറന്നു പോയിട്ടില്ല, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർക്ക് ഒന്ന് വായിച്ചു തരാം. ജസ്റ്റ് താസെ തർബൂജ്, താസെ തെർമസ്, ദാസെ ദവാത്, താസെ താസെ ധനുഷ്, നാസെ നൽ. പിന്നെ ഇംഗ്ലീഷ് വേർഡ് കൂടി വായിച്ചു തരാം. തർബൂജ് വാട്ടർമെലൺ, തെർമസ് തെർമോസ്, ദവാത് ഇങ്ക് പോട്ട്, ധനുഷ് ബോ, നൽ ടാപ്പ്. Then close your textbook. All of you take your notebook, Hindi notebook, back page. ബുക്കിന്റെ ബാക്ക് പേജ് എടുക്കുക, നോട്ട് ബുക്കിന്റെ ബാക്ക് പേജ്. മോന് ബുക്കൊന്നും ഇല്ലേ ആദർശ്? പിന്നെ എങ്ങനെ എഴുതുക? ആ സാരമില്ല മോൻ, ഈ പേപ്പറിൽ എഴുതി കാണിക്കണം മിസ്സിനെ. ഇതാ പിടിച്ചോ, എഴുതിക്കോ ഇവിടെ കേട്ടോ. പറയുന്നത് ഇച്ചിരി അടുത്തിരിക്കും. All of you take your pencil and notebook. Right. എന്തായിരുന്നു? ട. ആദ്യം ട, ഠ, ഡ, ഠ, ണ വ്യഞ്ജനാക്ഷരങ്ങൾ അത് എഴുതുക. ഫസ്റ്റ് ട, റൈറ്റ് ഫാസ്റ്റ്. ഠ, ഡ, ഠ, ണ. ഓക്കെ, എഴുതില്ലേ വ്യഞ്ജനാക്ഷരങ്ങൾ? അത് എഴുതിയില്ലേ? ടാ, ഠ, ഡ, ഠ, ണ എഴുതി. നെക്സ്റ്റ് ടമാട്ടർ. ഡോണ്ട് ബൈറ്റ് പെൻ. ടമാട്ടർ. ടമാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടി ഇവിടെ എഴുതണം. എഴുതാൻ പറ്റുമോ? വേണ്ട, അല്ലെങ്കിൽ ഹിന്ദി വേർഡ് മാത്രം മതി. ടമാട്ടർ, ഓൺലി ഹിന്ദി വേർഡ്. കടിക്കണ്ടേ, പേന കടിക്കരുത്, അത് മതി. മോനെ എഴുതിക്കോ ഇവിടെ. ടമാട്ടർ. നെക്സ്റ്റ് എഴുതിയോ? ഠഡേര. ഠഡേര. ടമാട്ടർ, ഠഡേര. നെക്സ്റ്റ് ഡമരു. ഡമരു. നെക്സ്റ്റ് ഠക്കിന. ഠക്കിന. പേരൻസ് ശ്രദ്ധിക്കണം, നമ്മുടെ കുട്ടികള് പഠിച്ചത് കറക്റ്റ് ആണോ എഴുതുന്നത് ശ്രദ്ധിക്കണം. തെറ്റാണെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. സെൻഡ് ചെയ്തതിന് ശേഷം, അതായത് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം മിസ് പറഞ്ഞു തരുമല്ലോ, അപ്പൊ അതൊന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. മിസ് ഇത് കറക്റ്റ് ചെയ്ത് തരും, അതിനുശേഷം പേരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം തെറ്റിയിട്ടുണ്ടെങ്കിൽ അടിക്കൊന്നും ചെയ്യണ്ട, നിങ്ങളത് മനസ്സിലാക്കേണ്ട എന്തായി അവന് അത് പഠിച്ചിട്ടില്ല എന്ന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2-3 പ്രാവശ്യം അത് എഴുതാൻ പറഞ്ഞത് പഠിപ്പിക്കണം. ആകെ ഒരു 4 വാക്കുകളേ വരുന്നുള്ളൂ. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് സെന്റൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വാക്കുകളൊക്കെ പെട്ടെന്ന് എഴുതാൻ പ്രാക്ടീസ് ആയാലും നമുക്ക് ഈസി ആവും അത്. ഓക്കെ, എല്ലാം എഴുതിയോ? ടമാട്ടർ ഫസ്റ്റ് വൺ, തടേര, ഡമരു, ഠക്കിന. അപ്പൊ ഡിറ്റേഷൻ ആയിട്ട് 5 എണ്ണമായി വന്നു അല്ലെ. ആദ്യം ടാ, ഠ, ഡ, ഠ, ണ എഴുതി. ടമാട്ടർ, ടഡേര, ഡമരു, ഠക്കിന. എല്ലാവരും എഴുതി കഴിഞ്ഞാൽ ബുക്ക് അടച്ചു വെച്ചോ. ക്ലോസ് യുവർ ബുക്ക്.
ഓക്കെ ഓക്കെ, എഴുതി കഴിഞ്ഞവര് ഓക്കെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. കണ്ടു, ഏബലിന്റെ കണ്ടു, പക്ഷെ മനസ്സിലാവില്ല ഇങ്ങനെ കാണിക്കുമ്പോ മിസ്സിന് മനസ്സിലാവുന്നില്ല എന്താ എഴുതിയെന്ന്. ഓക്കെ അമൃത, അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങള് അമ്മമാരാവുന്ന എടുത്ത് പോസ്റ്റ് ചെയ്യാ ക്ലാസ് കഴിയുമ്പോ. ഓക്കെ, ക്ലാസ്സിൽ ഇതുവരെ ഇനിയും അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. ഇർഷാദ് ആൻഡ് അദീന സുനിൽകുമാർ ക്ലാസ്സിൽ വന്നതേ ഉള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ എക്സാം എഴുതിയില്ലോ? ഡിറ്റേഷൻ ഇട്ടല്ലോ നമ്മള്. ഇർഷാദ് ഡിറ്റേഷൻ എഴുതിയോ? ഇർഷാദ്, അദീന, ഇതില് ഡിറ്റേഷൻ ഇട്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരായിരിക്കായിരുന്നു? ഒന്ന് കൈ ഉയർത്താമോ? മുഹമ്മദ്, പെട്ടെന്ന് ബുക്ക് എടുക്ക്, നോട്ട് ബുക്ക് എടുത്തേ. നിങ്ങൾ എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? അദീന എഴുതിയായിരുന്നോ? അപ്പം ആ പിന്നെ ഡിറ്റേഷൻ എഴുതാത്തവർ ഇപ്പൊ എഴുതിക്കോ. ഫസ്റ്റ് ടാറ്റ ഡാറ്റ എഴുതിക്കോ. ഫസ്റ്റ് ടാ ടാ ഡാ ഠ ണ. സെക്കൻഡ് ടമാട്ടർ ടഡേര ഡമരു ടക്കിന. ഇനി ഇപ്പൊ നമ്മൾക്ക് ക്ലാസ്സില് വാട്സപ്പ് റേഞ്ച് ഇല്ലാതെ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവര് പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോ നിങ്ങൾ ആ കുട്ടികളെ കൊണ്ട് ആ ഡിറ്റേഷൻ എഴുതിക്കണം, എന്നിട്ട് പോസ്റ്റ് ചെയ്യിക്കണം. ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ, അതായത് നെറ്റ്വർക്ക് പ്രോബ്ലം നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ക്ലാസ് കയറാൻ പറ്റാതെ ഇരിക്കുന്ന കുട്ടികൾക്ക് പിന്നീട് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങള് ആ ഡിക്റ്റേഷൻ വേർഡ്സ് കുട്ടികളെ കൊണ്ട് എഴുതിക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, എഴുതി കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് ഇനി ഏതെങ്കിലും വാക്ക് കിട്ടാത്തുണ്ടെങ്കിൽ. അനാമിക, എന്താ? എന്താ അനാമിക? എന്താ എക്സാം കിട്ടിയില്ലേ? അനാമിക, എന്താ മോളെ അനാമിക? അനാമികയുടെ അമ്മയുണ്ട് അടുത്ത്, എന്താന്നൊന്ന് പറഞ്ഞു തരുമോ? എന്താ ചോദിച്ചത്? അവള് അക്ഷരം ദാ കിട്ടാത്തോണ്ട് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് മാറിയേ. കിട്ടിയില്ല, അതിനവള് ചോദിച്ചു. പെട്ടെന്ന് എഴുത്, സാരമില്ല, അറിയുന്ന എഴുത്. നിങ്ങള് അറിയാത്തത് തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങളത് പഠിക്കാൻ വേണ്ടിട്ടല്ലേ തെറ്റ് തരുന്നത്. ഒരെണ്ണം തെറ്റിയാലൊന്നും നമുക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കണം. ഇതിനാ തെറ്റി നമ്മൾ ശരിയാകുന്ന വരെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഡിക്റ്റേഷൻ വേർഡ്സ് എഴുതിയില്ലേ? നോട്ട് ബുക്ക് അടച്ചു വെച്ചോ കേട്ടോ. ഇനിയുണ്ടല്ലോ, നമ്മളിപ്പോ താ താ ദാ താ നാ വരെ എഴുതിയല്ലേ? നോട്ട് ബുക്കിലായി. ഇനിയിപ്പോ നമുക്ക് അടുത്ത ആഴ്ച ഫുള്ള് എന്താണ്, അവധിയാണ് വരുന്നത് അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആ നോട്ട് ബുക്കിന്റെ നെക്സ്റ്റ് നമുക്ക് ഹോംവർക്ക് തന്നിട്ടില്ലേ? ഹോംവർക്ക് തന്നിട്ടില്ലേ? ഇപ്പം എത്ര, 5 പേജ് എഴുതാറുണ്ട് നിങ്ങൾക്ക് അല്ലെ? 5 പേജിൽ എഴുതാറുണ്ട്. 6ാമത്തെ പേജില് നിങ്ങൾ അവിടെ സ്വരാക്ഷരങ്ങൾ എഴുതണം. സ്വരാക്ഷരങ്ങള് ഏതാ? സ്വരാക്ഷരങ്ങള് നോട്ട് ബുക്കിൽ അവിടെ എഴുതി വെച്ചോ. ആ മുതല് ആ വരെയുള്ള അക്ഷരങ്ങള്.
എത്ര പ്രാവശ്യം എഴുതണം? 5 times എഴുതണം. അവിടെ കുറിച്ച് വെച്ചോ. ഇന്ന് തന്നെ എഴുതി പോസ്റ്റ് ചെയ്യാനല്ല മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് അവധിയുള്ള സമയത്ത് നിങ്ങൾ എഴുതി വെക്കണം നോട്ട് ബുക്കില്. മിസ് വീട്ടിൽ വരുമ്പോ അത് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മിസ് ഇവിടെ അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് ഇന്നതൊക്കെ വർക്ക് തന്നിട്ടുണ്ടെന്നുള്ളത്. 5 times സ്വരാക്ഷരങ്ങള് ആ പേജിൽ എഴുതിയിട്ടുണ്ടാവണം. ഇനി എന്താണ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ചോദിച്ചോളൂ. അഥീന, ഇനിയിപ്പൊ ഞാൻ വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് കൈ ഉയർത്തുകയാണെങ്കിൽ ടീച്ചർ പേര് വിളിക്കാം. അഥീന സുനിൽകുമാർ എന്താണ്? പ്ലീസ് അൺമ്യൂട്ട്. അദീന, എന്തിനാ കൈ ഉയർത്തിയത്? ഒന്നും പറയാനില്ലേ? ചോദിച്ചോളൂ. എന്താണ്? ഏത് പേജ്? ഇന്ന് പഠിച്ചതാണോ? താസേ തർബൂജ്. അതിനി ഒന്ന് വായിച്ചു കേൾക്കട്ടെ. അവൾക്ക് ഇച്ചിരി വായിക്കാൻ കിട്ടുന്നില്ലെന്നല്ലേ? വായിച്ചോ. താസേ തർബൂജ്. താസേ തർബൂജ്. താസേ തെർമസ്. താസേ തെർമസ്. ദാസേ ദവാത്. താസേ ദവാക്. ദവാത്ത്. ദവാത്. താസേ തനുഷ്. താസേ തനുഷ്. നാസേ നൽ. നാസേ നൽ. ഇപ്പൊ കിട്ടിയോ? താസ് എന്താ വാട്ടർമെലൺ പറയാ? തർബൂജ്. ഓക്കെ. ഇനി ആർക്കാ വായിക്കാൻ കിട്ടാത്തവര്? നമ്മുടെ ഈ പേജിൽ ആരുമില്ല. നെക്സ്റ്റ് പേജ് നോക്കട്ടെ മിസ്. ഷഹബറ വായിച്ചോ. എന്താ വായിക്കാൻ കിട്ടാത്തത്? ഏതാണ്? ഷഹബറ ഹോംവർക്ക് ഒക്കെ ചെയ്യണം കേട്ടോ. മടി കൂടാതെ ചെയ്യണേ. എന്താണ്? ഏത്? വായിച്ചോ. ഷഹബറ വായിക്കുന്നത് എനിക്ക് കേൾക്കണം. താസേ തർബൂജ്. താസേ തർബൂജ്. 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 താസേ തെർമസ്. താസേ തെർമസ്. ദാസേ ദവാക്. താസേ ദവാക്. താസേ ധനുഷ്. താസേ ധനുഷ്. നാസേ നൽ. നാസേ നൽ. മോള് ചോദിച്ചത് ദവാത്ത് എന്നുള്ളതാ അല്ലെ? ഇങ്ക് പോട്ടിന് എന്താ പറയുന്നത്? ദവാത്ത്. ഓക്കെ. ഷഹബറയാണോ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ചെയ്തത്? ഷഹബറയാണോ? ആരായിരുന്നു ലാസ്റ്റ് ഹോംവർക്ക് ചെയ്ത് മിസ്സിന് പോസ്റ്റ് ചെയ്തത്? ഷഹബറക്ക് മടിയായിരുന്നു അല്ലെ ഷഹബറ? പക്ഷെ അവള് മുഴുവൻ എഴുതി മിസ്സിന് പോസ്റ്റ് ചെയ്തു. ഇവിടെ മടിയൊക്കെ പമ്പ് കിടന്നു. മിടിക്കാണ്. ഇത് കണ്ടോ? നിങ്ങൾ കുറെ പേർക്ക് ഹായ് എഴുതാൻ അറിയില്ല. എങ്ങനെയാ ഹായ് എഴുതുക? നമ്മള് നോക്കിക്കേ എങ്ങനെയാന്നുണ്ടോ? ഇത് കണ്ടോ? മിസ് എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാ ഹായ് എഴുതേണ്ടത്? ഇത് കണ്ടോ? ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഫസ്റ്റ് വൺ കണ്ടോ? ഇങ്ങനെ എഴുതി. രണ്ടാമത് ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ട്. ഇത് കണ്ടോ? ഇങ്ങനെയാണ് ഹായ് എഴുതേണ്ടത്. എങ്ങനെയാ ആദ്യം തുടങ്ങേണ്ടത്? ഇത് കണ്ടോ? രണ്ടാമത് മൂന്നാമത് ഇങ്ങനെയാണ് ഹായ് എഴുതേണ്ടത്. ആര് ഫസ്റ്റ് ക്ലാസ്സിലെ കുട്ടികളാണോ ആരാന്നറിയില്ല, ഹായ് എഴുതാൻ അറിയുന്നില്ല അവർക്ക്. അപ്പൊ അതിന്റെ ലിപി ഇങ്ങനെയാണ്. നിങ്ങളിത് പഠിച്ചതല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് ഒരു കുഞ്ഞു വര വരച്ചു. പിന്നെ ഒരു എസിന്റെ പകുതിയാണ് വരുന്നത് അല്ലെ? എസ് എഴുതുന്ന പോലെ ഒരു പകുതി വന്ന് ഇവിടം വരെ വരുന്നുള്ളൂ. എന്നിട്ട് ബാക്കി ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഹായ് ആയിട്ട് വരുന്നത്.
പലർക്കും അതിന്റെ ലിപി എങ്ങനെയാന്ന് അറിയുന്നില്ല. ലാസ്റ്റ് എങ്ങനെയാ ഇവിടെ ഒപ്പിച്ചെഴുതി ലാസ്റ്റ് ആ അക്ഷരം കാണുമ്പോൾ തന്നെ അറിയാം അത് എഴുതി ലിപി തെറ്റാണെന്ന്. ഇനി എന്താണ്? ഇനി ആർക്കും ഒരു ഡൗട്ട് ഒന്നുമില്ല. എന്തൊക്കെയാ വർക്ക് പറഞ്ഞത്? നോട്ട് ബുക്കില് എഴുതാനുണ്ടല്ലേ? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. നോട്ട് ബുക്കില് താസേ തർബു ആദ്യം താന്ന എഴുതുക. ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. നിങ്ങൾ എഴുതുന്ന ഹോംവർക്ക് ചെയ്തിടുമ്പോ പലരും എന്തൊക്കെയോ ആയിട്ടാ ഇടുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പേജില് താന്ന എഴുതുക 3 times or 5 times. ഒരു ലൈൻ വിടുക. അതിന്റെ താഴെ തർബൂജ് ഒരു 3 times എഴുതുക. അതിന്റെ താഴെ തർബൂജ് വാട്ടർമെലൺ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെയാണ് ബാക്കിയെല്ലാം. നെക്സ്റ്റ് പേജില് രണ്ടാമത്തെ പേജില് വീണ്ടും താന്ന എഴുതുക. ഇത് എഴുതി കഴിയുമ്പോഴേക്കും നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ ഫുള്ള് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. എല്ലാ പ്രാവശ്യം എഴുതിക്കൊണ്ടിരിക്കുമല്ലോ നമ്മള്. അത് കഴിഞ്ഞിട്ട് താത്ത എഴുതി അതിന്റെ താഴെ രണ്ടാമത്തെ അക്ഷരം അല്ലേ? താസേ തെർമസ് തെർമോസ് ഇംഗ്ലീഷ് വേർഡ്. റസീൻ കെ ഡാൻസ് കളിക്കുവാണ് അവിടെ. അങ്ങനെ അതുപോലെ വരെ എഴുതുക. നൽ ടാപ്പ്. നെക്സ്റ്റ് പേജില് സ്വരാക്ഷരങ്ങള് 5 times എഴുതുകൂടെ വേണം. ഓക്കെ, കഴിഞ്ഞു. നമ്മുടെ പാഠം പഠിച്ചു കഴിഞ്ഞു. ക്ലോസ് യുവർ all of you close your book. മടുത്തു പോയോ എല്ലാരും? പഠിച്ചു മടുത്തല്ലേ? നമുക്കൊരു പാട്ട് പാടിയാലോ? കഴിഞ്ഞ ദിവസം മീറ്റ് മൈ ടീച്ചറിനെ കണ്ടവർ എത്ര പേരുണ്ട്? എത്ര പേര് പങ്കെടുത്തു അതില്? അതെയോ? മീറ്റ് മൈ ടീച്ചറില് കുറെ പേര് വന്നില്ല അല്ലേ? കുറെ പേര് കണ്ടു. ഓക്കെ, ഇന്ന് നല്ലൊരു പാട്ട് പാടിത്തരാൻ ആർക്കെങ്കിലും പറ്റുമോ മിസ്സിന്? മിസ്സിനെ കൊണ്ട് അന്ന് പാടിച്ചില്ലേ നിങ്ങൾ എല്ലാവരും? അമൃത പാടുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? ഓക്കെ, ഓണത്തിനൊക്കെ നല്ല പരിപാടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ടൂലറ്റില്. അപ്പൊ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. നമുക്ക് അമൃതയുടെ ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, റെഡി. വാവാ കൂട്ടിനകത്താക്ക പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ ഞാൻ മാനം നോക്കി സഞ്ചാരം. ക്ലാപ്പ് ചെയ്ത് എല്ലാവരും. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇനി ആരാണ് ഒരു നല്ല കഥയോ എന്തെങ്കിലും പറയാം നിങ്ങൾക്ക്? സാവിയോ പാടുന്നുണ്ടെന്നാ പറഞ്ഞേ. സാവി പഠിക്കോ? പാട്ടാണോ കഥയാണോ? കുറച്ച് സമയമുള്ളൂ കേട്ടോ. കൂട്ടുകാരും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. നമുക്ക് സാവിയുടെ ഒരു കഥ കേട്ടാലോ? ഞാൻ പറയാൻ പോകും. The name of my story, Hare and Tortoise. Hare and Tortoise discussed have running race. Ready, 2, 3. Race. The race began. On and on and on, and far away. Took rest for sunrise, and we the race is very slow, but
tortoise went down, slow but steady, slow but steady, and win the race. Moral of story: slow but steady and win the race. Thank you. Okay, thank you. Very good. നമ്മുടെ ആമയും മുയലിന്റെയും കഥയാണ് പറഞ്ഞത് അല്ലേ? ഓട്ട മത്സരം നടത്തിയത് അല്ലേ സാവിയോ? അതെ. ഇനി ആരാണ്? English. അതെ ഇംഗ്ലീഷ്. അതെ അതെ അതെ. ആദ്യനെ വിളിച്ചിട്ടേ ആദ്യ പറഞ്ഞു. നമ്മുടെ ടൈം തീരാൻ പോവാ, വേഗം പറഞ്ഞോ. ബാക്കിയുള്ളവരുണ്ടല്ലോ പേര് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താ അറിയാം, നിങ്ങൾ കഥയോ പാട്ടോ ആണെങ്കിലും മിസ്സിനൊന്ന് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ വിഷമിക്കണ്ട, സമയം പോയാലും. ആദ്യ പാടിക്കും. പാട്ടാണോ കഥയാണോ കവിതയാണോ എന്താണ്? ഡാൻസോ? ആണോ? പറഞ്ഞോ, ഒരു കഥ കേൾക്കാം അല്ലേ? പണ്ട് പണ്ടൊരിക്കൽ സിംഹം കാട്ടിൽ ഇറങ്ങുകയായിരുന്നു. അപ്പോൾ കുഞ്ഞലി വന്ന് ദേഹത്ത് കയറി കളിക്കാൻ തുടങ്ങി. സിംഹം ഉറക്കത്തിലുണർന്ന് ആരാണ് എന്നെ ശല്യപ്പെടുത്തി നോക്കാൻ നോക്കി. ആ കുഞ്ഞലി പറഞ്ഞു, നിനക്കെന്തെങ്കിലും ആപത്ത് പറ്റിയെങ്കിൽ ഞാൻ സഹായിക്കാം, നിനക്കാണ് എന്നെ സഹായിക്കാൻ പറഞ്ഞു. സിംഹം ചിരിച്ചു. പണ്ട് പണ്ടൊരിക്കൽ സിംഹം വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി. വലിഞ്ഞ് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കുഞ്ഞലി ശബ്ദം കേട്ട് ഓടി വന്ന് കുഞ്ഞലിന്റെ മൂർച്ചില്ല പല്ലും കൊണ്ട് വല മുറിച്ചു. അപ്പോൾ സിംഹം രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, നമ്മളെ ഇതിന്റെ ഗുണപാഠം എന്താ പറ? വലുതായാലും കുഞ്ഞതായാലും വലിയ സഹായിക്കണം. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. നല്ല സ്റ്റോറിയല്ലേ? നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട സ്റ്റോറിയാണത്. നല്ല സ്റ്റോറിയായിരുന്നു, നല്ല കഥയാണ്. താങ്ക് യു ഹാദിയ. ഓക്കെ, ഇനി ആർക്കാണ് നല്ല കഥ പറയാനുള്ളത്? ഫാത്തിമ KM ആണോ? നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. സമയം കഴിഞ്ഞാല് നിങ്ങൾക്ക് കഥ പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മിസ്സിന്റെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്താൽ മതിയേ. ടൈം ഇപ്പൊ തീരും. ഒന്ന് പേര് വിളിച്ചില്ലല്ലോ അല്ലേ ഫാത്തിമ? വേഗം പറഞ്ഞോ ഫാത്തിമ. Johnny, yes, Papa. Eating children, no, Papa. Telling lies, no, Papa. Opening mouth, ha, ha, ha. വെരി ഗുഡ്. ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. നല്ല പാട്ടായിരുന്നു കേട്ടോ. അമൻ മാധവ്, ഫാത്തിമ, മുഹമ്മദ് മുബ്ദാസ്, ഇർഷാദ്, ബിയോണ, സൽമാൻ, റസീൻ യൂസഫ്, അയാൻ വിജേഷ്, നിവേദി, അൻവിത, റസീൻ, റിച്ചാർഡ്, അധീന, ദേവർഷ, നൈല, പ്ലീസ്, അശ്വിനി, നൈല വായിച്ചില്ലേ? വായിച്ചു. ഹാദിയ, മിഗ്ദാദ്, ദീക്ഷിത്, ഏബൽ മാത്യു, ഹാദി ഹൈദർ, അനാമിക, സാവിയോ, ഇർഷാദ് വായിച്ചതാണല്ലേ? ബിയോണ വായിച്ചു.
അമൃത വായിച്ചോ? അമൃത, ആദി, തനൂപ്, ജോവിൻ, ജോയൽ, റസീൻ കെ. ഇനി ആരെയാണ് പേര് വിളിക്കാത്തവരുണ്ടോ? ജിയ റോസ്, ദേവാങ്, ആരാണ്? റയാൻ, ആകർഷ്, അൻവിത, ജൽവ, ഫാത്തിമ, അലൻ ജോസഫ്, ഓക്കെ, അഫ്രാസ് പി കെ. എല്ലാരും പേര് വിളിച്ചില്ലേ? അയാനൊക്കെ വിളിച്ചു മോനെ, അയാനെ വിളിച്ചു, ആദ്യത്തിനെയൊക്കെ വിളിച്ചു. ഓക്കെ, വൈൻഡപ്പ് ചെയ്യട്ടെ. പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സിൽ? ഇപ്പോ എല്ലാരും വിളിച്ചില്ലേ? ഇപ്പൊ ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യാം, ഓണപരിപാടികളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സമ്മാനം കിട്ടുമോ ഒന്നും നോക്കണ്ട, നിങ്ങൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിടുക. പിന്നെന്താണ്, എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ബൈ, സി യു. See you. Okay, bye.